ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ അടുക്കളയിൽ ഞാനും അല്ലേ. അടുക്കള കാണുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട് ഇന്നെന്തോ ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ഫുഡ് വിചാരിച്ച പോലെ തന്നെ കേട്ടോ, ഇന്നൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ബഹ്റൈനിൽ വന്നിട്ട് അത് ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി കഴിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിലത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അത് എന്താ അടുക്കത്തൊട്ടിയിൽ അത് കുറവാട്ടോ, ഉണ്ടാക്കുന്നത് കുറവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് 1-2 തവണയും ഞാൻ കഴിച്ചിട്ടു. പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പറായ സാധനമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സാധനം കൂടിയാണ് ഇന്ന് ഞാൻ പരീക്ഷിക്കുന്നത്. പിന്നെ എത്രത്തോളം അതുപോലെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം, നമുക്ക് എങ്ങനെ ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പം പറഞ്ഞിട്ടല്ലേ, പുരാണമെല്ലാം പറഞ്ഞിട്ടേ, പക്ഷെ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ കടല ഉണ്ട. നിങ്ങൾക്ക് മനസ്സിലായത് കാസർഗോഡ് ഭാഷയിൽ എന്താ കടല ഉണ്ടാന്ന് പറയും കേട്ടോ. അതിന് എങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്നും അറിയില്ല. ഈ റെസിപ്പി കണ്ടിട്ടാകുമ്പോൾ പറയും, ഓ ഈ സാധനമാണ് ഉണ്ടാക്കുന്നത് എനിക്ക്. യൂട്ടി ഷാക്കൂട്ടോ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. അപ്പോൾ എന്തായാലും അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതെന്താ, ഇത് വെന്തുട്ടാ. ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നാക്കിക്കൊണ്ടിട്ടാകുമ്പോൾ പിന്നെയും കിരിയാക്കുവാണ്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ പരിപാടി പറഞ്ഞെങ്കിൽ ഇതെന്താ തേങ്ങ, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, പിന്നെന്താ ജീരകം. ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് എന്താ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. നമുക്ക് കടലക്കറി വെക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനം തന്നെ കേട്ടോ. അത്ര സാധനം മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറി വെക്കാം. ഫസ്റ്റ് കറി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ അരവ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ കടല വെന്തിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടാവും. ഇതെന്താ പറഞ്ഞാൽ നമ്മളെ ഇല്ലേ ഈ അരിപ്പൊടിനെ ഞാനിതാ നമുക്ക് നിങ്ങൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന ഒരു ഇതില്ലേ ആ ലെവലിൽ ഇത്രയും ഇങ്ങനെ ബോൾസ് ആക്കാൻ പറ്റണം നമുക്ക്. കൊഴുക്കട്ട ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെന്നാ വെല്ലവും തേങ്ങയും മറക്കുന്ന സംഭവമല്ലേ കൊഴുക്കട്ട എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ വെക്കുന്നതിന് ഇങ്ങനെ ആക്കിയിട്ട് വേവിച്ചെടുക്കും. ഇതിനെയാണ് നമ്മൾ ഉണ്ടാന്ന് പറയുന്നത് കേട്ടോ. കൊഴുക്കട്ടൻ്റെ വെല്ലവും തേങ്ങ ഇടാത്ത സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉണ്ടാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കടല ഉണ്ടാന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ വേറൊരു പേരുണ്ട്, തന്നെ കടല മസാല. അതിപ്പോൾ ധന്യ വീഡിയോ കോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ധന്യ വിളിച്ചിട്ടപ്പോൾ ധന്യ പറഞ്ഞത് ഞാൻ ഈ സാധനം ആക്കുന്ന പറയുമ്പോൾ കടല മസാലയെന്ന് കൊടുക്കാവോ, ഓളെ വീട്ടിൽ കടല മസാല എന്നാണ് ഈ പറയുന്നത്. അതെ, ഇതിനെ ചെറിയ ബോൾസ് ആക്കണത്. ഇപ്പോൾ ചെറിയ ബോൾസ് ഇല്ല, നമ്മൾ കടലിൻ്റെ അതേ വലിപ്പത്തിലുള്ള. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്, ഇതിനേക്കാളും ചെറുതാണ് വലുതെന്ന്. എനിക്ക് കുറച്ച് വലുതായി ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത്ര വലുതാക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ബോൾസ് ആക്കി വെക്കാം. നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, പിള്ളേരെല്ലാം കുറേ ഉള്ളൂ. അപ്പോൾ അമ്മ പറയും നിങ്ങൾക്ക് തിന്നാൻ നല്ല വാങ്ങാന്ന്, എനിക്കിവിടെ കുറേ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വന്നിട്ട് ആക്കുന്ന പറയും. നമുക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി ഇതാണ്, ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കുന്നത്. കുറേ സമയം കഴിഞ്ഞിട്ട് അമ്മ എന്താ വലുതാക്കാൻ തുടങ്ങും, ഇത്രയും വലുതാക്കാൻ തുടങ്ങും. അത് തിന്നാൻ ടേസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് വേണ്ട നമ്മ ആക്കിക്കോളാം, ഈ സംഭവം നമ്മ ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കൂട്ടാതെ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കണം. ഇത് കുറച്ച് പണിയിട്ടാണ്. എന്തായാലും നമ്മൾ 2 പേരേ ഉള്ളൂ. യൂട്ടിക്ക് എരിവുണ്ടായതുകൊണ്ട് എനിക്കറിയില്ല, യൂട്ടി തിന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുറച്ചേ ആക്കുന്നത്, അതുകൊണ്ട് എന്നാലും കുറച്ചാണെങ്കിൽ ഇതൊന്ന് ആക്കിയെടുക്കാനാണ് പണിയുള്ളത്. ഇനി ഓരോ സ്ഥലത്തും ഓരോ ഞങ്ങളെ വീട്ടിലിന് പേര് പറയുന്നത് കേട്ടാൽ ചിരിക്കൂട്ടോ. കന്നഡ പേരിൽ വേറൊരു സംഭവം വരുന്നത് ഞാൻ പറയുന്നില്ല. എന്തായാലും ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കന്നഡത്തിൽ ഇതിന് വേറൊരു പേര് പറയുന്നുണ്ട്, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ വീട്ടിൽ അടുക്കത്തൊട്ടിയിലാകുമ്പോൾ പറയുന്നത് കടല ഉണ്ടാകുന്ന അങ്ങനെ എന്തോ പറയുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞു കടല ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ധന്യൻ്റെ വീട്ടിൽ പറയുന്നത് കടല മസാല എന്ന്, ധന്യൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറേ പേരുണ്ട് കേട്ടോ. വേറെ നിങ്ങളെ പിന്നെന്താ കാസർഗോഡ് അല്ലാത്ത പുറത്ത് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഈ സംഭവം റെസിപ്പി കണ്ടിട്ട്. പിന്നെ ചിക്കൻ കറിയിലാക്കലുണ്ട് കേട്ടോ. ചിക്കൻ കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ എന്ത് കറിയിലാക്കലുണ്ട്, എന്തെല്ലോ കറിയിലാക്കലുണ്ട്. ഇത്രയുള്ള സമയത്ത് 1 2 3 4 5 6 ആയിട്ട് 6 ബോൾസേ അടിക്കും. ഇതാക്കാനേ ഉള്ളൂ പണി, അല്ല അത് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ പണി ഈസിയാണ്, വേറെ പിന്നെ ഒന്നും പണിയില്ല. ഇതാക്കാനേ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മളെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല രസമില്ലേ, നല്ല രസമില്ലേ, നല്ല കുഞ്ഞു ബോൾസ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നുമില്ല, ഇതാണ് ഞാൻ ഈ ചട്ടിയിലാണ് ആക്കാൻ പോകുന്നത്. ഇതൊന്നുമില്ല, കടലയും
അതുപോലെ തന്നെ എന്താ ഉള്ളിയും കടയിൽ ഉള്ളിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ഞാനെന്താ വെച്ചിട്ടുള്ളത്, തിളപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കിത് ഇതിലാണ് നമ്മൾ ആക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഇപ്പം ഞാൻ മാറ്റിയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് എന്തോ ഉപ്പ് ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഉപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും ചൂട് നല്ല ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് എന്താ നമ്മൾ അരവും കൂടി നേരത്തെ റെഡിയാക്കി വെച്ചാൽ അരവും കൂടി എടുത്ത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടലൊക്കെ ഓൾറെഡി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഉപ്പിടണമെങ്കിൽ എന്താ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക, അല്ല അനാവശ്യത്തിന് ഉപ്പ് വാരി വലിച്ചെറിയരുത്. വാരി വലിച്ചെറിയരുത്, അല്ല വാരി വലിച്ചിടരുത്. ഓക്കെ, ഇവിടെ പാട്ട് നടക്കും മുമ്പിലോട്ട് പോകുന്നുണ്ട്. ഇവിടേക്ക് ഞാൻ അധികം വൈകുന്നേരം പാട്ടാണ് വെച്ച് കൊടുക്കുന്നത്. രാത്രി പാട്ടും ഉച്ചക്കും എന്തെന്നാ അയ്യോ യൂട്യൂബിലെ പാട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യൂട്യൂബിൽ ഞാൻ സ്ഥിരമായിട്ട് പാട്ട് വെച്ച് കൊടുക്കൂട്ടോ. അതുകൊണ്ട് ഏകദേശം പാട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് കേട്ടോ. ഏകദേശം പാട്ടൊക്കെ മനസ്സിലാവും എനിക്ക്. അങ്ങനെ നമ്മളെ യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നത്. ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു വൃത്തിയാക്കുന്ന പരിപാടി ഉണ്ട്. ഉപ്പ് നോക്കിയിട്ട് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അതിന് ഉപ്പ് കുറവുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മുളക് പൊടിക്കണ്ടല്ലോ ഭയങ്കര എരിവാണ്. എത്ര കുറച്ചിട്ടാലും ഭയങ്കര എരിവാണ്. എനിക്ക് വെളുത്ത കറി ഇഷ്ടമല്ല, കുറച്ച് കറി ചോന്നിട്ട് കാണണം കേട്ടോ. അങ്ങനത്തെ കറി എനിക്ക് ഇഷ്ടം. അപ്പം ഞാൻ എന്ത് ചെയ്യും, എരിവ് കൂടിയാലും പ്രശ്നമില്ലാന്നിട്ട് ഞാൻ ചോപ്പിക്കും. എനിക്ക് എരിവ് പ്രശ്നമില്ല, ചേട്ടൻ കുറച്ച് എരിവ് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇതിനത്ര എരിവായിട്ടാ നോക്കി വൈറ്റ് കളർ കാണുന്നില്ലേ, എനിക്ക് കുറച്ച് റെഡ് കളറാണ് ഇഷ്ടം കറി. അപ്പോൾ ഈ മുളകിന് ഭയങ്കര എരിവ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് തിളക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ, എന്നിട്ട് ഒന്നും കൂടി ഇളക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് ഈ കറി തിളക്കുന്നുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ചിരുന്ന വേണ്ട, ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നൊന്നല്ലെങ്കിലും എല്ലാം ഒന്നിച്ചിട്ടെങ്കിൽ എന്താ ഉപ്പ വേണ്ട, കൊളാക്കുന്ന വേണ്ട എന്തായാലും. ഒന്നൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇളക്കുമ്പോഴുള്ള തീ കുറച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും ഇട്ട് കൊടുക്കാം. ഒന്നൊന്നായിട്ട് ഇട്ടാലും ഇതൊന്ന് അടിക്കി പിടിക്കും, വീഴൊന്നുമില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമാണ്. എല്ലാം ഇട്ടുട്ടാ. ഇനിയിപ്പോൾ ഒന്ന് വേവോളം ഇങ്ങനെ അതാ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമാവോ? ഞാനിത് പരീക്ഷ ഈ സംഭവം ആക്കുന്ന കണ്ടിട്ടുണ്ടാവും, എല്ലാം ഹെൽപ്പെല്ലാം ചെയ്തിട്ടുണ്ടാവും നമുക്ക്. പക്ഷെ ഇതുവരെ സ്വന്തമായിട്ട് ആക്കിയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, ഒട്ടുന്നുണ്ട്. അന്ന് അമ്മ ആക്കുമ്പോഴും പറയലുണ്ട് ശരി ഒട്ടിപ്പിടിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആക്കണം. ഒന്നൊരു വെറുതെ ഇട്ടോളാം മാത്രം, പിന്നെ പ്രശ്നമില്ല. അതൊന്ന് വേവിട്ടിട്ടാ. അപ്പോൾ നമ്മളെ ഈ സംഭവം നല്ല തിളച്ചെല്ലാം വന്നിട്ടായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി വെള്ളം കുറച്ച് ആകണം, അപ്പോൾ അത് സെറ്റായി പോകും കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഈ ബോൾസില്ലേ, അതിനെ ഓൾറെഡി വേവിച്ചിട്ട് കറിക്കിടുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വീട്ടിൽ എടുക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ടേസ്റ്റ് മാറ്റമുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ വേവുമ്പോഴുള്ളൊരു ടേസ്റ്റും പിന്നെ ഓൾറെഡി വെന്തിട്ട് കിട്ടിയ ടേസ്റ്റും മാറ്റമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഈ കടലക്കറിയിൽ തന്നെ ആപ്പ് വേവുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കിട്ടത്. എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ മറ്റേതാണ്. എന്താ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഓൾറെഡി വെന്തിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ അതൊന്നും പണിയൊന്നുമില്ല. കറി ഒന്ന് സെറ്റാക്കുക, അപ്പം സെപ്പറേറ്റ് കഴിക്കുക, കിട്ടുക, ഇളക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ തന്നെ വേകുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏകദേശം കൊണ്ടുവന്നിട്ടായി. പിന്നെ ഒന്നുകൂടി തിളക്കുമ്പോഴേക്ക് നമുക്ക് കരിവേപ്പില ഒന്നിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്നൊരു 5 മിനിറ്റ് കൂടി വേവാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് സെറ്റായി കിട്ടും. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ ഒരു കട്ടിക്ക് വന്നു കേട്ടോ അത്. അയ്യോ, ഗ്യാസ് ഓഫാക്കി. ഇതെങ്ങനെ വേണം, നിങ്ങൾക്ക് കുറച്ച് വെള്ളമായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം അധികം കൂട്ടാം. എന്നിട്ട് അങ്ങനെ നമ്മൾ
അട റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതാ ഒന്ന് എന്താ ടേസ്റ്റ് കാണിച്ചാലോ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത്. പൊള്ളുന്നുണ്ട്, നല്ല ചൂടുണ്ട്. യെസ്, നമ്മളെ എന്താ കടലയും കടലക്കറിയിൽ നമ്മളെ കുഞ്ഞ് എന്താ ഉണ്ടകൾ വെന്തെടുത്ത സംഭവം കേട്ടോ ഇത്. കണ്ടോ, നല്ല ചൂടുണ്ട്. ഞാനൊന്ന് കഴിച്ച് കാണിച്ചാലോ കേട്ടോ. കഴിച്ച് കാണിച്ചാൽ പക്ഷേ നല്ല ചൂടുണ്ടായതുകൊണ്ട് ഒരു പേടിയുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ കഴിച്ച് കാണിച്ചിട്ട് എനിക്ക് നല്ല പുള്ളിനായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കഴിക്കുക ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കുഞ്ഞ് ഇതാ ബോൾസ് നല്ല സെപ്പറേറ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇതാ ഊതി ഊതി കഴിക്കണം. വേണോ വേണോ? കൊള്ളാട്ടാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഓൾറെഡി ഇത് ഇഷ്ടപ്പെട്ട സാധനമാണ്. അതുകൊണ്ട് കള്ളം പറഞ്ഞല്ല, സൂപ്പറാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും വീട്ടിൽ എന്തായാലും ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരത്തെ ചായക്കെല്ലാം കിഡുവാണ്. കിഡു ഒരു കട്ടൻ ചായയും വേണം, നല്ല കട്ടൻ ചായയും. നല്ല മഴ വരുന്ന സമയവും പിന്നെ കട്ടൻ ചായയും നമ്മുടെ കടല മസാലയും. ആഹാ, പൊള്ളിയാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. ഒരു ദിവസം കഴിച്ച് നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ 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 ടാറ്റ.